നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം വ്യാഴത്തിൻ്റെ ഗോചരമാണ്, അതായത് ഗ്രഹത്തിൻ്റെ സ്ഥാനമാറ്റം. പ്രധാനമായും ഇത് 2 ഘട്ടങ്ങളിലായിട്ടാണ് സംഭവിക്കുന്നത്. മെയ് 14, 2025 വ്യാഴം വൃശ്ചികം രാശിയിൽ നിന്നും ധനു രാശിയിലേക്ക് സഞ്ചരിക്കും. എന്നാൽ ഇത് തിരുത്തേണ്ടതുണ്ട്. 2024 മെയ് മുതൽ 2025 മെയ് വരെ വ്യാഴം വൃശ്ചികത്തിൽ ആയിരിക്കുമെന്ന് തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ 2024 ഏപ്രിൽ 22 വ്യാഴം വൃശ്ചികൻ രാശിയിൽ പ്രവേശിച്ച് 2025 മെയ് 13 വരെ അവിടെ തുടരും. പിന്നീട് 2025 മെയ് 14 വ്യാഴം ധനുരാശിയിലേക്ക് മാറും. എന്നാൽ 2025 ഒക്ടോബർ 9 വ്യാഴം പിന്നോക്ക ഗമനം കാരണം വീണ്ടും വൃശ്ചികത്തിലേക്ക് തിരിച്ചു വരും. 2025 ഡിസംബർ 30 വ്യാഴം വീണ്ടും ധനുരാശിയിൽ പ്രവേശിക്കും. അതിനാൽ 2025 വ്യാഴം ധനുവിലേക്കുള്ള സഞ്ചാരം ഒരു പ്രധാന ഗോചരമാണ്. വ്യാഴഗോചരത്തിൻ്റെ പ്രാധാന്യം. വ്യാഴം, അതായത് ഗുരു, ജ്യോതിഷത്തിൽ ജ്ഞാനത്തിൻ്റെ ദേവൻ എന്നറിയപ്പെടുന്നു. ഇത് വിജയം, സമ്പത്ത്, ജ്ഞാനം, ആശീർവാദം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ശുഭഗ്രഹമാണ്. ഒരു രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ആ രാശിയുമായി ബന്ധപ്പെട്ട ജീവിതത്തിൻ്റെ മേഖലകളിൽ വിപുലീകരണവും വളർച്ചയും കൊണ്ടുവരുന്നു.